السلام عليكم. الحمد لله الذي أنزل آيات بينات وكتابا مبينا ولم يجعل له عوجا منه آيات محكمات هن أم الكتاب. اللهم صل وسلم وبارك على نبينا محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഖുർആൻ പഠനത്തിൻ്റെ എളുപ്പവഴി 62ാമത്തെ സെഷനിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഇന്നയുടെ സഹോദരിമാരെ വിശദമായി പഠിച്ചിരുന്നു. ഇപ്പം ഇന്ന് നാം പുതുതായി ഗ്രാമർ എടുക്കുന്നില്ല, മറിച്ച് പഠിച്ച ഭാഗങ്ങൾ ഉറപ്പുവരുത്തുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് സൂറത്ത് താരിഖിന്റെ ആദ്യ ഭാഗമാണ് നാം ഖുർആനിൽ പഠിക്കാൻ പോകുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسماء والطارق وما أدراك ما الطارق النجم الثاقب إن كل نفس لما عليها حافظ فلينظر الإنسان مما خلق من ماء دافق يخرج من بين الصلب والترائب. ഇവിടെ തജ്വീദിൽ നമുക്ക് പുതിയതായിട്ടൊന്നും പഠിക്കാനില്ലെങ്കിലും ശ്രദ്ധിക്കേണ്ട സംഗതികൾ വസ്സമാഇ 4 അല്ലെങ്കിൽ 5 ഹർക്കത്ത് ദീർഘിപ്പിക്കേണ്ട സ്ഥലമാണ്. വത്താരിഖ് അവിടെ ഖാഫ് പൊട്ടിച്ച് പറയണം. പൊട്ടിച്ച് പറയണം എന്ന് പറഞ്ഞാൽ നാവ് എവിടെയാണോ തൊടുന്നത് അവിടെ നിന്ന് വിടണം. വത്താരിഖ് എന്ന് പറഞ്ഞ് നാവ് തൊടുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ടിരുന്നാൽ ആ അക്ഷരം വെളിവാവുകയില്ല. അക്ഷരം വെളിവാകണമെങ്കിൽ അവിടെ തൊട്ടിട്ട് വിടണം. വത്താരിഖ് അത് 2ാമത്തെ ആയത്തിലും 3ാമത്തെ ആയത്തിലും ഈ പറഞ്ഞ 7 ആയത്തിലും ഒന്നൊഴികെയുള്ള എല്ലാ ആയത്തിലുമുണ്ട്. ഈ 7 ആയത്തുകളിൽ ഒന്നൊഴികെയുള്ള എല്ലാ ആയത്തുകളിലും ഇത് തന്നെയാണ്. അപ്പോ വത്താരിഖ് അതേപോലെ അന്നജുമുസ്സാഖിബ് അവിടെയും പൊട്ടിച്ചു വരണം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് അതേപോലെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് അവിടെയൊക്കെ പഠിച്ചതുപോലെ. അതേസമയം ഹാഫിൾ വരുമ്പോൾ എന്ത് ചെയ്യണം? ഹാഫിൾ ഖനത്തെ അക്ഷരമായതുകൊണ്ട് ആ ഖനം നിലനിർത്തിക്കൊണ്ട് സുക്കൂൻ ചെയ്ത് നിർത്തുക. ഹാഫിൾ എന്ന് പൊട്ടിച്ചു പറയാൻ പാടില്ല. അതേസമയം ഇൻ കുല്ലു നഫ്സിൻ അവിടെ നൂന് മറച്ച് മണിക്കണം. മറച്ച് മണിക്കുക എന്ന് പറഞ്ഞാൽ നൂൻ ഉച്ചരിക്കുന്ന സ്ഥലത്തേക്ക് നാവ് പോകാൻ പാടില്ല. ഇൻ എന്നിടത്താണ് നൂൻ ഉച്ചരിക്കുന്നത്. അവിടെ നാവ് പോകാൻ പാടില്ല, മറിച്ച് അടുത്ത അക്ഷരത്തിന്റെ അടുത്തേക്കാണ് പോകേണ്ടത്. ഇൻ കുല്ലു നഫ്സില്ലമ്മ. നഫ്സില്ലമ്മ എന്നിടത്ത് തൻവീനുണ്ട്, അതിനുശേഷം ഷദ്ദുള്ള അതിനുശേഷം ലാമാണ് വന്നിരിക്കുന്നത്. നഫ്സിൻ എന്ന തൻവീനുള്ള കെസ്ര തൻവീനുള്ള സീനിന് ശേഷം ലാമാണ് വന്നിരിക്കുന്നത്. അപ്പോ നഫ്സിന്റെ സീയിലെ ഒരു കെസ്റും 2ാമത്തെ ലാ ഷദ്ദോട് കൂടി പറയണം. ഇൻ കുല്ലു നഫ്സില്ലമ്മ. നഫ്സിൻ എന്ന് നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നൂനിന്റെ യാതൊരു അടയാളവും വരാൻ പാടില്ല. നഫ്സില്ലമ്മ അലൈഹാ ഹാഫിദ് ഫൽയൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ്. ഫൽയൻദുരിൽ ഇൻസാനു എന്ന് പറയുന്നിടത്ത് നൂന് മറച്ച് മണിക്കണമെന്ന് നമുക്കറിയാം.
സുക്കൂൻ പ്രിന്റ് ചെയ്യാത്തതുകൊണ്ട് നൂന് മറച്ചു മണിക്കുക. പക്ഷെ എങ്ങനെയാണ് മറച്ചു മണിക്കേണ്ടത്? അത് നോക്കുമ്പോൾ നൂന് ചിലപ്പോൾ കനത്തതായിരിക്കും, ചിലപ്പോൾ നേർത്തതായിരിക്കും. അതിന് കാരണഭൂതമാകുന്നത്, അതിന്റെ കാരണം ശേഷം വരുന്ന അക്ഷരം കനത്തതാണെങ്കിൽ അവിടെ കനപ്പിക്കുകയും ശേഷം വരുന്ന അക്ഷരം നേർത്തതാണെങ്കിൽ അവിടെ നേർപ്പിക്കുകയും ചെയ്യണം. അപ്പോ ഇവിടെ ലാദ് ആണ് വന്നിരിക്കുന്നത്, ലാ ആണ് വന്നിരിക്കുന്നത്. ഈ ലാ കനത്ത അക്ഷരമാണ്, നമുക്കറിയാം. ആ കനത്ത അക്ഷരം ആയതുകൊണ്ട് നൂനിനെ മറച്ച് മണിക്കുമ്പോൾ ആ മണിക്കൽ കനത്ത് വേണം. ഇൻസാനു എന്ന് പറയുന്നിടത്ത് നൂനിന് ശേഷം വരുന്ന സീന് നേർത്തതാണ്, അതുകൊണ്ട് നൂനിനെ മണിക്കുമ്പോൾ അത് നേർപ്പിച്ച് വരണം. ശബ്ദമുള്ള മീമ് 2 ഹർക്കത്ത് മണിച്ചു വരണം. മിമ്മ ഖുലിഖ്, ഖുലിഖ മിമ്മഇൻ ദാഫിഖ്. ഇവിടെ ഇൻകുല്ലു നഫ്സിൻ ലമ്മ എന്ന് പറഞ്ഞിടത്തുള്ള അതുപോലുള്ള നിയമമാണ് മിമ്മഇൻ ദാഫിഖ്. മിമ്മഇൻ ഇവിടെ നഫ്സിൻ ലമ്മ എന്ന് പറഞ്ഞിടത്ത് തൻവീനിന് ശേഷം ലാം വന്നപ്പോൾ തൻവീനിന്റെ ഒരു അടയാളം ഉച്ചരിക്കുകയും ശേഷം ലാം ഷെദ് കൊടുത്ത് ഉച്ചരിക്കുകയും ചെയ്തു. അതേപോലെ മിൻ, നൂനിന് ശേഷം മീം വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? സുക്കൂനുള്ള മീമാണ്, സുക്കൂൻ പ്രിന്റ് ചെയ്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. സുക്കൂനുള്ള നൂനിന് ശേഷം മീം വരുമ്പോൾ നൂനിനെ എന്ത് ചെയ്യണം? പൂർണ്ണമായും ഒഴിവാക്കുകയും മീമിനെ ഷെദ്ദോട് കൂടി പറയുകയും ചെയ്യണം. പിന്നെ ഷെദ് വന്നതുകൊണ്ട് മീമിന് ഷെദ് വന്നുകൊണ്ട് അവിടെ മണിക്കണം. ഖുലിഖ മിമ്മഇൻ ദാഫിഖ്. 4 അല്ലെങ്കിൽ 5 ഹർക്കത്ത് ദീർഘിപ്പിക്കണം. ദാഫിഖ് സാധാരണ പോലെ തന്നെയാണ്, പക്ഷെ അവിടെ അവസാനം നേരത്തെ പറഞ്ഞതൊരു താരത്ത് പറഞ്ഞതുപോലെ പൊട്ടിച്ച് ഉച്ചരിക്കണം. മറ്റൊരു സംഗതി, ഇവിടെ എന്ന് പറയുന്നിടത്ത് ത്വാരിഖിനെ ചില ആൾക്കാർ ദീർഘിപ്പിക്കുന്ന കാണാം. ത്വായ അങ്ങനെ പറയാൻ പാടില്ല. കാരണം എന്താ? അവസാനത്തേതിന്റെ മുമ്പുള്ള അക്ഷരത്തിന് ദീർഘം വരികയാണെങ്കിൽ മാത്രമാണ് അവിടെ ദീർഘിപ്പിക്കേണ്ടത്. ഇവിടെ അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിലല്ല ദീർഘമുള്ളത്, അതിനും മുമ്പുള്ള അക്ഷരമാണ്. അപ്പൊ ഇവിടെ അങ്ങനെ പറയാൻ പാടില്ല. അതേപോലെ അന്നജ്മുസ്സാഖിബ്, അതും തെറ്റാണ്. അങ്ങനെ പറയുന്നതും തെറ്റാണ്. കാരണം നമ്മൾ പറയും അൽ-ഫാത്തിഹ ഓതുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവിടെ എവിടെയാണ് ദീർഘം? ആലമീന എന്ന് പറയുന്ന അവസാനത്തെ അക്ഷരം നായാണ്, അതിന് തൊട്ട് മുമ്പാണ് ദീർഘം. അർ-റഹ്മാനിർ റഹീം, അത് 4 6 ഹർക്കത്ത് ദീർഘിപ്പിച്ചോളൂ, കുഴപ്പമില്ല. കാരണം നിർത്തുന്നതിന് തൊട്ട് മുമ്പാണ് അവിടെ ദീർഘം വരുന്നത്. നിർത്തുന്നതിന് തൊട്ട് മുമ്പല്ല ദീർഘം, അതിനു മുമ്പാണെങ്കിൽ അവിടെ സാധാരണഗതിയിലുള്ള ദീർഘം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഖുലിഖ മിമ്മഇൻ ദാഫിഖ് യഖ്റുജു മിൻ ബൈനി, ഈ ഭാഗം വളരെ നല്ല ഒരു പ്രത്യേക ഒരു ഭാഗമാണ്. കാരണം ഇവിടെ കൽക്കലത്തുണ്ട്, തൻവീനിന് ശേഷം ലാം വന്നിടത്ത് ശേഷം വരുന്ന അക്ഷരത്തെ ഇരട്ടിപ്പിക്കലുണ്ട്, തൻവീന് ശേഷം മീം വന്നിടത്ത് അതിന് ഇരട്ടിപ്പിക്കലുണ്ട്, സാധാരണ ദീർഘമുണ്ട്, അസാധാരണ ദീർഘത്തിലെ ഒരു ദീർഘമുണ്ട്, അതായത് ദീർഘത്തിന് ശേഷം ഹംസ വന്നതുണ്ട്, മറച്ചു മണിക്കുമ്പോൾ നൂന് കനത്തതുണ്ട്, നേർത്തതുണ്ട്. പിന്നീട് യഖ്റുജു മിൻ ബൈനി സുൽബി, അപ്പോ മിൻ ബൈനി എന്നുള്ളത് എന്ത് ചെയ്യുന്നു? മിന്നിന് ശേഷം ബാ വന്നപ്പോൾ സുക്കൂനുള്ള നൂനിന് ശേഷം ബാ വന്നപ്പോൾ സുക്കൂനുള്ള നൂന് എന്ത് ചെയ്യുന്നു? മീമാക്കി മറിക്കണം. അതിനാണ് കീഴ്ക്കാൻ തൂക്കായ മീം ഇവിടെ കൊടുത്തിരിക്കുന്നത്. വ്യത്യസ്ത പ്രിന്റുകൾ വ്യത്യസ്ത ശൈലിയിലാണ് അതിന്റെ അടയാളങ്ങൾ കൊടുക്കുക. ഇവിടെ മീം കീഴ്ക്കാൻ തൂക്കായി കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? അവിടെ
ഇന്നിന് ശേഷം ഇം എന്ന് പറയണം. സുക്കൂനുള്ള നൂനിനെ മറിച്ച് മീമാക്കേണ്ട സന്ദർഭങ്ങളിലാണ് ഇത്തരം മീം കൊടുക്കുന്നത്. അവിടെ എന്ത് ചെയ്യണം? മ്യൂ ബൈനി. ഇവിടെ രണ്ട് നിയമം വരും. ഒന്ന്, യഖ്റുജു മ്യൂ ബൈനി എന്ന് പറയുന്നിടത്ത് മിന്നിന് ശേഷം ബ വന്നത് കൊണ്ട് ഇന്നിനെ ഇം ആക്കണം. അപ്പൊ എന്താണത്? മറിക്കൽ എന്നാണ് തജ്വീദിൽ പറയുന്നത്. നൂനിനെ മീമാക്കി മറിക്കണം. അപ്പൊ മീമാക്കി മറിച്ചു കഴിയുമ്പോൾ അവിടെ മീമിന് സുക്കൂൻ വന്നു. പിന്നീട് മീമിന് സുക്കൂൻ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ബ വന്നാൽ എന്ത് ചെയ്യണം എന്ന നിയമം ബാധകമാവും. ഇപ്പൊ രണ്ട് തജ്വീദ് നിയമം ഒരുമിച്ച് വരുന്ന അപൂർവ സന്ദർഭങ്ങളിൽ ഒന്നാണ് ഇത്, ബൈനി. അപ്പോ മീമിന് സുക്കൂൻ വരികയും ശേഷം ബ വരികയും ചെയ്താൽ മീമിനെ മറച്ച് മണിക്കണം. അപ്പൊ മറയ്ക്കലും ഒരുമിച്ച് വരുന്ന ഒരു സന്ദർഭമാണ് ബൈനി എന്ന് പറയുന്ന ബൈനി, അതുപോലുള്ള സന്ദർഭം. ഇനി മറച്ചു മണിക്കുന്നത് എങ്ങനെയാണ്? ബൈനി, ചുണ്ട് പൂർണ്ണമായും അടയ്ക്കാൻ പാടില്ല. ബൈനി എന്ന് പറയുമ്പോൾ മീം എന്തായി? വെളിവായി. അപ്പൊ വെളിവാക്കാൻ പാടില്ല. ബൈനി, നൂനിന് എന്ന് പറയുമ്പോൾ ചുണ്ട് അടയ്ക്കാതെ പറയണം. ബൈനി സൊൽബി. മറ്റൊരു സംഗതി, നാം സാധാരണ പറയുന്നത് സുൽബ് എന്ന് മലയാളത്തിലുള്ള ഇൽ ആണ് പറയുന്നത്. മലയാളത്തിലുള്ള ഇൽ അല്ല അറബിയിലുള്ള ഇൽ. സുൽബി, സുൽബി. അൽഹംദു പറയുമ്പോ നമ്മൾ ചില ആൾക്കാർ പറയുമ്പോൾ അൽഹംദു എന്നാണ് പറയുന്നത്. അൽഹംദു എന്ന് പറയുന്നത് മലയാളത്തിലെ അല്ലാണ്, അൽ. അതേസമയം അറബിയിലെ അൽ വരുമ്പോ എന്ത് ചെയ്യും? നാവ് നേരെ മുകളിലേക്ക് തട്ടുകയാണ് ചെയ്യുന്നത്, നേരെ മുകളിലേക്ക്. അൽ കണ്ടോ? അൽ എന്ന് പറയുമ്പോൾ നാവ് വളഞ്ഞിട്ട് മുകളിലേക്ക് തട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിലേ ഈ അറബിയിലുള്ള ലാമിന്റെ ഉച്ചാരണം വരുള്ളൂ. അപ്പോ സുൽബി എന്നാണ് പറയുന്നത്, സുൽബ് അല്ല. ഇവിടെ 4 അല്ലെങ്കിൽ 5 ഹർക്കത്ത് ദീർഘിപ്പിക്കണം. പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ പദാനുപദാർത്ഥത്തിലേക്ക് പോകാം. മൈക്ക് ഓൺ ചെയ്തിടാം. മൈക്ക് എല്ലാവരുടെയും കോമൺ ആയിട്ട് ഓൺ ചെയ്യുന്നുണ്ട്. പിന്നീട് ആരുടെയെങ്കിലും ഓൺ ആയിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് ഓൺ ചെയ്ത് തരാം. നമ്മൾ ഡിപ്ലോമ കഴിയുമ്പോൾ തജ്വീദിലും കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. തജ്വീദ് നമ്മൾ പരീക്ഷയ്ക്ക് ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും തജ്വീദ് മനസ്സിലാക്കിയിരിക്കണം. സംസാരിക്കുന്നില്ലെങ്കിൽ മൈക്ക് ഓഫ് ചെയ്യണം കേട്ടോ. മൈക്ക് ഓൺ ചെയ്ത് ആരാണെന്ന് ഞാൻ പറയുമ്പോൾ മൈക്ക് ഓൺ ചെയ്ത് നോക്കണ്ട. സംശയം ഉണ്ടെങ്കിൽ മാത്രം മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കുക. ചിലത് മൈക്ക് ഓൺ ചെയ്ത് അവിടുത്തെ അപശബ്ദങ്ങളൊക്കെ ഇവിടെ കേൾക്കും, കുറു ഹൂ എന്ന് കേൾക്കും. അത് എല്ലാവർക്കും ഒരു അപശബ്ദമായിരിക്കും. ഓക്കെ, ആരും ചോദിക്കാത്തതുകൊണ്ട് ഞാൻ അടുത്തയിലേക്ക് പോവുകയാണ്. നിങ്ങളെ ഇതുകൊണ്ടാണ്, ശബ്ദം ഉണ്ടാകുന്നതുകൊണ്ടാണ് നമ്മൾ മൈക്ക് കംപ്ലീറ്റ് പോകുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السماء. ശബ്ദം ഉണ്ടാകുന്നയാളുടെ മൈക്ക് ഓഫ് ചെയ്യും ഞാൻ. വസ്സമായി, സമാ നമുക്കറിയാം. സമാ ആകാശം, അർള് ഭൂമി. നാം നേരത്തെ പഠിച്ചതാണ്. സമാ ആകാശം. സമായി, ആകാശമാണ് സത്യം. സത്യം ചെയ്യാനുള്ള, നമുക്കറിയാം സൂറത്തിന്റെ തുടക്കത്തിൽ വരുന്ന വായെല്ലാം സത്യം ചെയ്യാനുള്ള വായാണ്. വസ്സമായി, ആകാശത്തെ കൊണ്ട് സത്യം. മാത്രമല്ല ത്വാരിഖ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടുന്നത്, രാവിൽ പ്രത്യക്ഷപ്പെടുന്നത്.
രാത്രി പ്രത്യക്ഷപ്പെടുന്നതിനെയാണ് താരിഖ് എന്ന് പറയുന്നത്. രാവിൽ പ്രത്യക്ഷപ്പെടുന്നതുമാണ് സത്യം. സത്യം എന്നുള്ളത് ആദ്യത്തെ വാവ് മാത്രമാണ്. പിന്നീട് വരുന്ന വാവെല്ലാം എന്ന അർത്ഥത്തിലുള്ള വാവാണ്. വത്താരിഖ് രാവിൽ പ്രത്യക്ഷപ്പെടുന്നതും ആണ്. സമാഇന്റെ ബഹുവചനമാണ് സമാവാത്ത്. സബ സമാവാത്തിൻ തിബാഖ. സമാവാത്ത് ആകാശങ്ങൾ, സമാ ആകാശം, സമാവാത്ത് ആകാശങ്ങൾ. ചില ബഹുവചനങ്ങൾക്ക് ഇത്തരം ബഹുവചനങ്ങളുണ്ട്. ചില ബഹുവചനങ്ങൾ, ഉദാഹരണം അഹുൻ, അല്ല ഉഖ്തുൻ. ഉഖ്തിന്റെ ബഹുവചനം അഖവാത്തുൻ എന്നാണ്. അഖവാത്തുൻ. ഉഖ്തുൻ എന്നത് തുറന്ന തായാണ്, അതിന്റെ ബഹുവചനം അഖവാത്തുൻ. സമാഇൽ അവന്റെ അവസാനം താ തന്നെ ഇല്ല. അതിനെ സമാവാത്ത് എന്ന സ്ത്രീലിംഗത്തിന്റെ അലിഫും തായും ചേർത്തിട്ടാണ് ബഹുവചനം ഉണ്ടാകുന്നത്. സമാവാത്ത്. വത്താരിഖ് ആകാശമാണ് സത്യം. വത്താരിഖ് രാവിൽ പ്രത്യക്ഷപ്പെടുന്നതുമാണ്. വമാ അദ്റാക, നിനക്ക് എന്തറിയാം, ഞാൻ നേരത്തെ പഠിച്ചതാണ്. അദ്റാക എന്ന് പറയുമ്പോൾ അതിന്റെ അദ്റ എന്നതാണ് അതിന്റെ പൂർണ്ണക്രിയ. അദ്റ. ആഴ്ത്ത നാം പഠിച്ചല്ലോ, ആഴ്ത്ത പോലെ. അദ്റ, അദ്റ. അപ്പോ ഹദായുടെ പോലുള്ള യായാണ് അവസാനം ഉണ്ടാവുക. അദ്റ. അതിന്റെ അപൂർണക്രിയയാണ് യുദിരി. അദ്റ, യുദിരി. അദ്റ. അപ്പൊ അദ്റ എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയിച്ചു എന്നാണ്. അദ്റ അറിയിച്ചു. അദ്റാക്ക നിന്നെ അറിയിച്ചു. ഇനി അദ്റ അറിയിച്ചു എന്നാണെങ്കിൽ അതിന് ദറ വന്നാൽ എങ്ങനെ ഇരിക്കും? എന്തായിരിക്കും അർത്ഥം? ആർക്കെങ്കിലും പറയാമോ? നസല ഇറങ്ങി, അൻസല ഇറക്കി. അദ്റ അറിയിച്ചു, ദറ എന്തായിരിക്കും? അറിഞ്ഞു, അറിഞ്ഞു. ദറ എതിരി. അതിന്റെ അപൂർണക്രിയയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അതിന്റെ മീനിങ് എന്തായിരിക്കും, അതിന്റെ അർത്ഥം എന്തായിരിക്കും? ദറ എതിരി. ഇൻ അതിരി അഖരീബുൻ മാ തുഅദൂന അം ബഈദുൻ എന്നൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇൻ അതിരി എന്ന് പറഞ്ഞാൽ എനിക്കറിയുകയില്ല എന്നാണ്. അഖരീബുൻ മാ തുഅദൂന അം ബഈദുൻ. ഇവിടെ അദ്റ എന്നതാണ് ക്രിയ. അൻസല ഗ്രൂപ്പിൽപ്പെട്ടതാണത്. ഒമ അദ്റാക്ക, നിനക്ക് എന്തറിയാം എന്നാണ് നമ്മൾ പരിഭാഷപ്പെടുത്തുന്നത് മലയാളത്തിൽ. ശരിക്കും നിന്നെ അറിയിച്ചത് എന്തെന്നാണ് എന്നാണ് അതിന്റെ അർത്ഥം. മാ യുദിരീക്ക എന്ന് പറഞ്ഞാൽ നിന്നെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്, നിന്നെ അറിയിക്കുന്നത് എന്താണ് എന്നാണ്. നിന്നെ അറിയിക്കുന്നത് എന്താണ്. പക്ഷെ മലയാളത്തിൽ നമ്മൾ നിനക്കെന്തറിയാം എന്ന അർത്ഥത്തിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഒമ അദ്റാക്ക മത്താരിഖ്. താരിഖ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഒരു സംശയമുണ്ട്, എന്താ താരിഖിനെ കുറിച്ച് പറയാത്തത്? സമാ ആകാശം എന്ന് പറഞ്ഞു, അത് നമുക്കറിയാം. താരിഖ് രാവിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്താണ്? മാ അദ്റാക മാ താരിഖ്. മാ എന്ത്? താരിഖ്. താരിഖ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കെന്തറിയാം? മാ അദ്റാക മൽക്കാരിയ എന്ന് പറഞ്ഞതുപോലെ. നജ്ം, അത് നജ്മാണ് കേട്ടോ. അത് നജ്മാണ്, നക്ഷത്രമാണ്. എങ്ങനെയുള്ള നക്ഷത്രമാണ്? അസ്താഖിബ്, തുളച്ച് കയറുന്ന, തീവ്രമായ പ്രകാശമുള്ള, തീവ്ര പ്രകാശമുള്ള. നമുക്കിപ്പോ പറയാം, അത് അവിടെ ചെല്ലുമ്പോൾ എന്താണ്? പ്രകാശമല്ല, അവിടെ തീ കത്തുന്നതായിട്ടായിരിക്കും തോന്നുന്നത്. അപ്പോ തുളച്ച് കയറുന്ന നക്ഷത്രം, അതുകൊണ്ടാണ് തുളച്ച് കയറുന്ന എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അന്നജിമു സാഖിബ്. തുളച്ച് കയറുന്ന എന്താണ് അതിലുള്ളത്? നമ്മളിവിടെ നോക്കുമ്പോൾ പ്രകാശരശ്മിയാണുള്ളത്. പക്ഷെ അതിന്റെ അടുത്ത് ചെന്നാലോ, അതിപ്പോ കോടാനകോടി കിലോമീറ്ററുകൾക്ക് അകലെയാണ് ആ നക്ഷത്രം നിൽക്കുന്നത്. അതിന്റെ പ്രകാശമാണ് നമുക്ക് കിട്ടുന്നത്. അത്രയും കിലോമീറ്റർ ദൂരെ നിന്നും അതിന്റെ പ്രകാശം ഇവിടെ എത്തണമെങ്കിൽ അത് എത്രത്തോളം തീവ്രമായിട്ട് കത്തണം. അപ്പോൾ അത് ഇവിടെ സ്വതന്ത്രമായി പറയുക മാത്രമാണ് ചെയ്യുന്നത്. അസ്സാഖിബ്, തുളച്ചു കയറുന്ന നക്ഷത്രമാണ് അത്. ഈ നജ്ം എന്ന് പറയുമ്പോൾ
നജ്മിന്റെ ബഹുവചനമാണ് നുജൂം. നജ്മുദ്ദീൻ എന്ന് പറയുമ്പോൾ ദീന്റെ നക്ഷത്രം എന്നാണ്. നുജൂം എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങൾ, താരങ്ങൾ എന്നൊക്കെ പറയാം. സൂറത്തു റഹ്മാനിൽ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, നജ്ം എന്ന പദം സൂറത്തു റഹ്മാനിൽ വന്നിട്ടുണ്ട്. പക്ഷെ സൂറത്തു റഹ്മാനിലെ നജ്ം എന്ന പദത്തിന് അർത്ഥം പണ്ഡിതന്മാര് കൊടുത്തിരിക്കുന്നത് വള്ളികൾ എന്നാണ്. വള്ളികൾ. അങ്ങനെ വരുമ്പോൾ അതിന്റെ ഏകവചനം നജ്മത്തുൻ എന്നാണ്. വള്ളി, നജ്മത്തുൻ. അതിന്റെ നജ്മത്തിന്റെ ബഹുവചനമാണ് നജിം. കാരണം അതിന്റെ ശേഷം വന്നിരിക്കുന്നത് ഷജറത്താണ്, ഷജറാണ്. ഷജറത്തിന്റെ ബഹുവചനം ഷജർ. അപ്പോ അന്നജിമു വഷജറു യസ്ജുദാൻ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ സുജൂദ് ചെയ്യുന്നത് വള്ളിയും വൃക്ഷവുമാണ്. വൃക്ഷലതാദികൾ എന്ന് മലയാളത്തിൽ പറയുന്ന ശൈലിയിലാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഇവിടെ നക്ഷത്രമാണ് അന്നജിമു സാക്കിൽ, തുളച്ചു കയറുന്ന നക്ഷത്രമാണ് അത്. അതാണ് ത്വാരിഖ് എന്ന് പറഞ്ഞത്. ഇൻ കുല്ലു നഫ്സിൻ, ഇവിടെ ഇൻ എന്നത് എങ്കിൽ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഇൻ നിഷേധാത്മകമായ ഇന്നാണ്. ഇന്നിന് രണ്ട് സന്ദർഭങ്ങളുണ്ട്. ചില സന്ദർഭത്തിൽ ഇൻ വരുന്നത് ഇല്ല എന്ന അർത്ഥത്തിലായിരിക്കും. ചിലപ്പോൾ ഇൻ വരുന്നത് എങ്കിൽ എന്ന അർത്ഥത്തിലായിരിക്കും. നമ്മൾ സന്ദർഭം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഇൻ കുല്ലു നഫ്സിൻ, ഒരാള് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാള് ആണെങ്കിൽ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതേസമയം ഇവിടെ ഇല്ല എന്നാണ്. ഇൻ കുല്ലു നഫ്സിൻ, ഒരു ആത്മാവും തന്നെ ഇല്ല. കുല്ലെന്ന് പറഞ്ഞാൽ ഈച്ച് വണ്ണെന്നാണ് കേട്ടോ. ഓരോന്നും എന്നാണ് കുല്ലിന് ശരിക്കുള്ള അർത്ഥം. അപ്പൊ അതറിയണമെങ്കിൽ ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർ നോക്കിയാൽ മതി. അവിടെ ബോർഡ് എഴുതിയിട്ടുണ്ടാവും കുല്ല ഷെയർ റിയാലയും. കുല്ല ഷെയർ റിയാലയും എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് 2 റിയാലും കൊടുത്തിട്ട് അവിടെ ഷോപ്പിലുള്ള എല്ലാ സാധനം എടുത്തിട്ട് പോകാൻ പറ്റില്ല. അവിടെയുള്ള ഓരോ ഐറ്റവും 2 റിയാൽ എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞ പോലെ കുല്ല് നഫ്സിൻ, ഇപ്പൊ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കുല്ലിന് ശേഷം വരുന്ന ഏകവചനമായിരിക്കും. കുല്ല ഇൻസാനിൻ, കുല്ലു നഫ്സിൻ, അങ്ങനെ ഏകവചനമായിരിക്കും വരുന്നത്. കുല്ല യൗമിൻ, ഇവിടെ നഫ്സ്, കുല്ലു നഫ്സിൻ. അപ്പോ ഓരോ ആത്മാവും. ഇൻ കുല്ലു നഫ്സിൻ, അങ്ങനെ വരുമ്പോ ഒരു ആത്മാവും തന്നെ ഇല്ല. ലമ്മ അലൈഹ, ലമ്മ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്. ലമ്മ, ലമ്മ ഇല്ല. ലമ്മ അലൈഹ, അതിന്റെ മേൽ. ഹാഫിൽ, അതിന്റെ മേൽ. ഹാഫിൽ സൂക്ഷിപ്പുകാരൻ. ഹഫിള നാം പഠിച്ചിട്ടുണ്ട്. ഹഫിള സമിയ ഗ്രൂപ്പിൽപ്പെട്ട ഒരു ക്രിയയാണ്. ഹഫിള സൂക്ഷിച്ചു. ഹാഫിൽ സൂക്ഷിക്കുന്നവൻ അല്ലെങ്കിൽ മേൽനോട്ടക്കാരൻ. ഇൻ കുല്ലു നഫ്സിൻ ലമ്മ അലൈഹ ഹാഫിൽ, ഒരു മേൽനോട്ടക്കാരൻ ഇല്ലാതെ ഒരു ആത്മാവും തന്നെ ഇല്ല. ഫൽ യൻദുർ, അതിനാൽ യൻദുർ നോക്കട്ടെ, അൽ ഇൻസാൻ മനുഷ്യൻ. എങ്ങനെ നോക്കട്ടെ എന്ന് ഇവിടെ ചിന്തിക്കാനാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ നോക്കട്ടെ എന്ന് പറയല്ലോ. ഒരു കുറച്ച് പണം എനിക്ക് കടം വേണമെന്ന് ഒരാളോട് നിങ്ങൾ പറഞ്ഞാൽ എന്ത് ചെയ്യും? ആദ്യം ശരി ഞാൻ നോക്കട്ടെ. നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അലമാരയ്ക്ക് നോക്കട്ടെ എന്നല്ല, എന്നാ ആലോചിച്ച് നോക്കട്ടെ, നിനക്ക് ഇപ്പൊ തരാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കട്ടെ. അപ്പോ ആ രീതിയിലാണ് ഇവിടെ നെല്ലറ ഉപയോഗിച്ചിരിക്കുന്നത്. നെല്ലറ നോക്കി, യൻദുറു നോക്കുന്നു. നസറ ഗ്രൂപ്പിൽപ്പെട്ട ഒരു ക്രിയയാണ്. ഫൽ യൻദുർ നോക്കട്ടെ. അപ്പോ യൻദുർ എന്ന് പറയുന്നത് എന്താണ്? നളറ യൻദുറു എന്ന് പറഞ്ഞാൽ നോക്കുന്നു എന്നാണ്. യൻദുറു നോക്കുന്നു. ഇവിടെ ഫ ചേർന്നിട്ട് ഒരു ലായു ഉണ്ട്, സുക്കൂനുണ്ട്. നാം നേരത്തെ പഠിച്ചിട്ടുണ്ടോന്ന് ഞാൻ ഓർക്കുന്നില്ല. നോക്കട്ടെ എന്നാണ്. അപ്പോ അതായത് നളറയുടെ കൽപ്പന എങ്ങനെ വരും? നളറയുടെ കൽപ്പന ഉൻളുർ എന്നാണ് വരുന്നത്. ഉൻളുർ, നീ നോക്കൂ. ഉൻളുറു, നിങ്ങൾ നോക്കൂ. അപ്പൊ നീ നോക്കൂ, നിങ്ങൾ നോക്കൂ എന്നാണ് കൽപ്പന. അപ്പൊ അവൻ നോക്കട്ടെ എന്ന് പറയുന്ന അവനാണെങ്കിൽ അവൻ നോക്കൂ എന്ന് പറയാൻ പറ്റില്ല. മുന്നിൽ നിൽക്കുന്ന ആളോടാണ് നീ പ്രവർത്തിക്കൂ എന്ന് പറയുന്നത്. ഉൻളുർ, നീ നോക്കൂ. ഉൻളുറു, നിങ്ങൾ നോക്കൂ.
അപ്പൊ അവൻ നോക്കൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ. മലയാളത്തിൽ അങ്ങനെ പറയും, അവൻ നോക്കൂ, അല്ല, അവൻ നോക്കട്ടെ എന്നാണ്. അപ്പോ മറഞ്ഞ ആളോടുള്ള കൽപ്പനയുടെ രൂപമാണ് ഈ പറഞ്ഞത്. അപ്പൊ മറഞ്ഞ ആളോടുള്ള കൽപ്പനയുടെ രൂപം വരുമ്പോ അതിപ്രകാരം നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. ഒരു ഹദീസ് ഉണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത് ഔ ലിയസ്മുത്. ഇപ്പൊ എന്താ പറഞ്ഞത്? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഏതെങ്കിലും ഒരാൾ അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽ യഖുൽ, അപ്പോ കാല യഖൂൽ നമുക്കറിയാം, ഫൽ യഖുൽ അവൻ പറഞ്ഞട്ടെ, ഖൈറൻ നല്ലത് പറയട്ടെ, ഔ അല്ലെങ്കിൽ ലി യസ്മുത്, ലി യസ്മുത്, സമത്ത യസ്മുത്ത് എന്ന് പറഞ്ഞാൽ നിശബ്ദത പാലിച്ചു, ഔ ലി യസ്മുത് അല്ലെങ്കിൽ അവൻ നിശബ്ദത പാലിക്കട്ടെ, അവൻ മിണ്ടാതിരിക്കട്ടെ. അപ്പൊ ഇവിടെ എന്ത് പറഞ്ഞു? മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽ യഖുൽ ഖൈറൻ. അപ്പൊ ഫായി വന്നിട്ട് ലാമിന് സുക്കൂൻ കൊടുത്താണ് ഫൽ യഖുൽ, അവൻ പറയട്ടെ എന്ന് പറഞ്ഞു. അവസാനം എന്ത് പറഞ്ഞു? ഔ ലി യസ്മുത്, ലി യസ്മുത്, ലാമിന് കസ്റുണ്ട്, യസ്മുത്ത് എന്ന വാക്കുണ്ട്. ഔ ലി യസ്മുത്, അത് അതിന്റെ അവസാനം സുക്കൂനാണ്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ഈ ഹദീസ് ഓർമ്മിച്ച് വെച്ചാൽ മറഞ്ഞ ആളോടുള്ള കൽപ്പനക്രിയ എന്ന രൂപം നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റും. എങ്ങനെയാണ് മറഞ്ഞ ആളോടുള്ള കൽപ്പനക്രിയ വരുന്നത്? ഫായോ വായോ ചേർന്നിട്ട് ഒരു ലാമും കൂടെ ചേർന്നിട്ടാണ് ഖുർആനില് മിക്കവാറും സ്ഥലങ്ങളിൽ വന്നിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ അങ്ങനെ ലീ മാത്രം വന്നിട്ടുണ്ടാവും. അപ്പോ ഫാ ചേർന്നാൽ കൽപ്പന, മറഞ്ഞ ആളോടുള്ള കൽപ്പനയുടെ രൂപത്തിന് ഒരു ലാമിന് സുക്കൂൻ ചേർത്താണ് പറയുന്നത്. ഫായും വായും ഇല്ലെങ്കിൽ, അപ്പൊ ലാമിന് സുക്കൂൻ വരുന്ന സന്ദർഭത്തിൽ ഫായോ അല്ലെങ്കിൽ വായോ മുൻകടന്നിട്ടുണ്ടാകും. ഫൽ യൻദുർ എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ വൽ യഖുൽ എന്ന് പറയാം, വൽ യൻദുർ അങ്ങനെയും പറയാം. ഫൽ യൻദുർ, അപ്പൊ എന്താവും? അല്ലെങ്കിൽ ഒന്നുകിൽ ഫായോ വായോ ചേർന്ന് വരും, അല്ലെങ്കിൽ ലീ മാത്രം വരും. ലീ മാത്രം വരുമ്പോൾ ലാമിന് കെസ്റാണ്, സുക്കൂൻ കൊടുക്കില്ല. അതിനാണ് ഞാൻ ഉദാഹരണം പറഞ്ഞ ഔ ലി യസ്മുത്, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ. അപ്പോ ഇത് മറഞ്ഞ ആളോടുള്ള കൽപ്പന രൂപമാണ്. ഈ മറഞ്ഞ ആളോടുള്ള കൽപ്പന രൂപം നമുക്ക് എന്ത് ചെയ്യാം? ഫത്തഹയിൽ എടുക്കാം, നസറയിൽ എടുക്കാം, അങ്ങനെ ഏത് ക്രിയയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം. നസറ, ഫൽ യൻസുർ അവൻ സഹായിക്കട്ടെ, ഫൽ യക്തുബ് അവൻ എഴുതട്ടെ, വൽ യുംലിൽ അവൻ പറഞ്ഞു കൊടുക്കട്ടെ. അപ്പൊ ഇങ്ങനെ ആ രീതിയിൽ ഖുർആനിൽ ഫായോ വായോ ചേർന്ന് വന്നിട്ടുണ്ട്. ഫൽ യൻദുരിൽ ഇൻസാനു, മനുഷ്യൻ ചിന്തിച്ചു നോക്കട്ടെ, മിമ്മ ഖുലിഖ്, മിമ്മ ഖുലിഖ്, മിമ്മ ഖുലിഖ്. മിമ്മ ഖുലിഖ് എന്ന് പറയുന്നത്, മിമ്മ എന്ന് പറയുന്നത് എഴുതിയാൽ മിൻ അധികം മ എന്ന് വരും. മിൻ അധികം മ. മിൻ അധികം മാ എന്ന ദീർഘമുള്ള മായാണ്. മാ, ഒന്ന് എന്ന അർത്ഥത്തിലുള്ള മാ, അല്ലെങ്കിൽ എന്ത് എന്ന അർത്ഥത്തിലുള്ള മാ. പക്ഷേ ഈ കെസ്ർ വരുത്തുന്ന പദമാണല്ലോ ഇവിടെ ചേർന്ന് വന്നിരിക്കുന്നത്. കെസ്ർ വരുത്തുന്ന പദം ചേർന്ന് വരുമ്പോൾ മായ്ക്ക് മിക്കവാറും മായുടെ അവസാനമുള്ള അലിഫ് ഉണ്ടാവുകയില്ല. അങ്ങനെയാണ് അമ്മ യതസഅലൂൻ, അൻ അധികം മായാണ്. ബിമ യർജഉൽ മുർസലൂൻ എന്ന് വന്നിട്ടുണ്ട്. ബിമ യർജു, അപ്പൊ ബീച്ചിന്റെ കൂടെ മാ വന്നപ്പോ എന്തില്ല? മായുടെ അലിഫ് ഇല്ല. അങ്ങനെ കെസ്ർ വരുത്തുന്ന പദങ്ങളോടൊപ്പം ചേർന്ന് വന്നാൽ മായുടെ ശേഷം മായുടെ അവസാനത്തിലുള്ള അലിഫ് ഉണ്ടാകാറില്ല. ഫൽ യൻദുർ ഇൻസാനു മിമ്മ, എന്തിൽ നിന്നാണ്, ഏതൊന്നിൽ നിന്നാണ്? ഖുലിഖ, സൃഷ്ടിക്കപ്പെട്ടു, അവൻ സൃഷ്ടിക്കപ്പെട്ടു എന്നാണല്ലോ. അപ്പൊ ഏതൊന്നിൽ നിന്നാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് അവൻ നോക്കട്ടെ.
അപ്പോൾ ഇതില് പാസീവ് വോയിസും വന്നു. പാസീവ് വോയിസ് ഹുലക്ക, ഹലക്ക സൃഷ്ടിച്ച ഹുലക്ക സൃഷ്ടിക്കപ്പെട്ടു. നസറ സഹായിച്ചു, നുസിറ സഹായിക്കപ്പെട്ടു. വീണ്ടും ഹുലക്ക വന്നിട്ടുണ്ട്. ഹുലക്ക അവൻ സൃഷ്ടിക്കപ്പെട്ടു മിൻ മാഇൻ വെള്ളത്തിൽ നിന്ന്. വെള്ളത്തിൽ നിന്നാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത്. എങ്ങനെയുള്ള വെള്ളം? ദാഫിഖ്, തെറിച്ചു വീഴുന്നത്. തെറിച്ച് വീഴുന്നത് ദാഫിഖുൻ എന്നാണ്. ദാഫിഖുൻ, തെറിച്ചു വീഴുന്നത്. തെറിച്ചു വീഴുന്ന ഒരു വെള്ളത്തിൽ നിന്നാണല്ലോ അവന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. യഹ്റുജു, ഖറജ പുറപ്പെട്ടു. യഹ്റുജു അത് പുറപ്പെടുന്നു, ആ മാ പുറപ്പെടുന്നു. മിൻ ബൈനി ഇടയിൽ നിന്ന്. ഇടയിൽ നിന്ന്. ഇപ്പൊ ബൈന എന്ന് പറഞ്ഞാൽ ഇടയിൽ. മിൻ വന്നുകൊണ്ട് ബൈനയ്ക്ക് കസ്ർ കൊടുത്തു. മിൻ ബൈനി ഇടയിൽ നിന്ന്. ഏതിന്റെ ഇടയിൽ നിന്ന്? അസുൽബി, സുൽബ് എന്ന് പറഞ്ഞാൽ മുതുകല്ല് അല്ലെങ്കിൽ നട്ടല്. മിൻ ബൈന സുൽബി മുതുകല്ലിന്റെയും തറായിബ്, തറായിബ് മാറല്ലുകൾ, മുതുകല്ലിന്റെയും മാറല്ലുകളുടെയും ഇടയിൽ നിന്നാണ് ആ വെള്ളം പുറപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു വെള്ളത്തിൽ നിന്നാണല്ലോ അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്രയുമാണ് പറഞ്ഞത്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒറ്റവാക്കർത്ഥം സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇവിടെ ഒരാളൊരു ചോദ്യം ചോദിച്ചത് ഫൽയൻദുരിൽ ഇൻസാനു എന്നത് റായിന് കസ്ർ വന്ന് എങ്ങനെയാണെന്നാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയട്ടെ. ചോദ്യത്തിന്റെ ഉത്തരമല്ല, അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. അതായത് കൽപ്പനക്രിയയുടെ അവസാനത്തിൽ സുക്കൂനായിരിക്കണം. കൽപ്പനക്രിയയുടെ അവസാനത്തിൽ സുക്കൂനായിരിക്കണം. ഉൻവർ, ഉൻസുർ, ഇഫ്തഹ് സുക്കൂനാണ്. അതിന്റെ ബഹുവചനം വരുമ്പോൾ ഇഫ്തഹു എന്ന് വരും, യുൻറുറു എന്ന് വരും. ഞാൻ ഉണ്ടാവില്ല അവിടെ. അപ്പോ അടിസ്ഥാനപരമായും കൽപ്പനക്രിയ സുക്കൂനിൽ അവസാനിക്കുന്നതാണ്. അത് മറഞ്ഞ ആളോട് കൽപ്പിക്കുന്നതായിരുന്നാലും മുന്നിൽ നിൽക്കുന്ന ആളോട് കൽപ്പിക്കുന്നതായിരുന്നാലും ശരി. പിന്നീട് വന്നത് എന്താണ്? അൽ ഇൻസാനു എന്ന ലാമിന് സുക്കൂനുണ്ട്. അൽ ഇൻസാനു ലാമിന് സുക്കൂനുണ്ട്. തൊട്ട് മുമ്പുള്ള അലിഫ് എന്താണ്? അലിഫ് പ്രധാനപ്പെട്ടതല്ല, അതിൽ സ്ഥാനമില്ല അലിഫിന്. ഈ ലാമാണ് അവിടെ സ്ഥാനമുള്ളത്. ഫൽയൻദുർ കഴിഞ്ഞിട്ട് പിന്നീടുള്ള അടുത്ത അക്ഷരം സുക്കൂനുള്ള ലാമാണ്. അപ്പൊ അവിടെ സുക്കൂൻ വന്നത് കൊണ്ട് യൻളുറിന്റെ സുക്കൂനും ഈ സുക്കൂനും കൂടെ ഒരുമിച്ച് വരാൻ പാടില്ല. രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരാൻ പാടില്ല എന്നതാണ്, അടുത്തടുത്ത് വരാൻ പാടില്ല എന്നാണ്. രണ്ട് സുക്കൂൻ അടുത്തടുത്ത് വരാൻ പാടില്ല എന്നാണ് അത് ഈ ഭാഷയുടെ നിയമം. അങ്ങനെ വരുമ്പോൾ ഒരു സുക്കൂനിനെ മാറ്റി മറ്റെന്തെങ്കിലും അടയാളം കൊടുക്കും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, കൽപ്പനക്രിയയുടെ സുക്കൂൻ മാറ്റിയാൽ പകരം എന്ത് അടയാളം വരും? കസ്റാണ് വരുന്നത്. കൽപ്പനക്രിയയുടെ സുക്കൂൻ മാറ്റിയാൽ കസ്ർ വരും. അതേസമയം മിൻ, മിൻ നിന്നും എന്ന അർത്ഥത്തിലുള്ള മിൻ ഉണ്ടല്ലോ, അവിടെ മിന്നിന് ശേഷമുള്ള അക്ഷരത്തിന് സുക്കൂൻ വന്നാൽ ആദ്യത്തെ അക്ഷരത്തിന്റെ സുക്കൂൻ മാറ്റണം. അങ്ങനെ വരുമ്പോ മിൻ എന്നുള്ളത് മിന എന്നാണ് വരിക. മിന്നിന്റെ നൂന് ഫത്തഹായിട്ടായിരിക്കും വരിക. കൽപ്പനക്രിയയിലാണെങ്കിൽ കസ്റായിട്ടായിരിക്കും മാറുക. അതേസമയം മന്നാണെങ്കിൽ മൻ, ഒമൻ യാമൽ എന്നിടത്തുള്ള മൻ, ആര് എന്ന അർത്ഥത്തിലുള്ള മന്നാണെങ്കിൽ അതിനെ മന്നിന്റെ നൂന് മാറ്റുമ്പോൾ കസ്റായിട്ടായിരിക്കും വരിക. മനിഹ്തദ ഫഇന്നമാ യഹ്തദി ഫമനിഹ്തദ ഫഇന്നമാ യഹ്തദി ലിനഫ്സി. അപ്പോ അത് ക്ലിയർ ആണ്. ഫൽയൻദുരിൽ ഇൻസാനു. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിനെ കുറച്ച് വിശദീകരണം നമുക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാം, അവസാനിപ്പിക്കുമ്പോൾ. നമുക്ക് 13ാമത്തെ പേജാണ് വായിച്ചു നോക്കേണ്ടത്. പേജ് 13. നമ്മുടെ ഗ്രൂപ്പ് അഡ്മിൻ പോസ്റ്റ് അല്ലാതാക്കി മാറ്റാൻ പോവുകയാണ്, മാറ്റിയിട്ടില്ലെങ്കിൽ.
ഇപ്പൊ ഇവിടെ ഞാൻ ഈ പേജ് ഒന്ന് നമുക്ക് ഓടിച്ച് വായിച്ചു നോക്കാം. പിന്നീട് നിങ്ങൾ ഈ പേജ് ഒന്നുകൂടെ വായിച്ചു നോക്കണം. എന്നിട്ട് എത്ര വാക്കിന്റെ അർത്ഥം കിട്ടുന്നു എന്ന് നിങ്ങൾ സ്വയം കണ്ടെത്തണം. ഇപ്പോൾ ഒരു വാക്കിന്റെ അർത്ഥം എഴുതി വെക്കരുത്. ഇത് ഒരു ആവർത്തനമാണ്. നേരത്തെ നമ്മൾ വായിച്ച പേജ് ആയിരിക്കാം ഇത് ഒരു പക്ഷെ അന്ന് നമ്മൾ ഇത്രയും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല അതിലെ ഗ്രാമറും ഒന്നും നമുക്ക് കൂടുതൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം. വൈദ് അഖദ്ന മീസാഖക്കും ലാ തസ്ഫികൂന ദിമാഅക്കും. അഖദ നമ്മൾ അഖദ്ന നാം പഠിച്ചതാണ്. ദിമാ എന്ന് പറഞ്ഞാൽ രക്തം എന്നാണ് കേട്ടോ. ദമുന്റെ ബഹുവചനമാണ് ദിമാ, രക്തങ്ങൾ. വലാ തുഖ്രിജൂന, അഖ്റജ പുറത്താക്കി പഠിച്ചു. അഖ്റജ. അൻഫുസക്കും നമുക്കറിയാം. മിൻ ദിയാരിക്കും, ദാറിന്റെ ബഹുവചനമാണ് ദിയാർ. പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ശ്രദ്ധിക്കുക, പഠിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇപ്പൊ എന്തായാലും ഒന്നും എഴുതുന്നില്ല. ചുമ്മാ അഖറർത്തും അൻതും തഷ്ഹദൂൻ. അൻതും തഷ്ഹദൂൻ നമുക്കറിയാം. അപ്പോ ഇവിടെ ആയത്തിന്റെ അവസാനം ഒരു വാ ചേർന്ന് വന്നിട്ട് ഒരു പ്രയോഗമാണുള്ളത്. വ അൻതും തഷ്ഹദൂൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വാ അവിടെ കാലായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരവസ്ഥ വിശദീകരിക്കാനുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കുക, അൻതും തഷ്ഹദൂൻ, നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ്. ഇപ്പൊ വാ ചേർത്താലോ? വാ ഇവിടെ വന്നിരിക്കുന്ന വാവുൻ ഹാലാണ്, അവസ്ഥ സൂചിപ്പിക്കുന്നതിന്റെ വാവാണ്. അങ്ങനെ വാ വന്നു കഴിഞ്ഞാൽ വ അൻതും തഷ്ഹദൂൻ, നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നവയായിരിക്കെ എന്നർത്ഥം. അൻതും ഹഉലാഇ തഖ്തുലൂന നമ്മൾ പഠിച്ചു. ഖതല യഖ്തുലു, വധിക്കുന്നു. അൻഫുസക്കും തുഖ്രിജൂന ഫരീഖൻ, ഫരീഖൻ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം, പഠിച്ചിട്ടില്ല. മിൻകും മിൻ ദിയാരിഹിം, ദിയാർ നമ്മൾ പഠിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ദാറിന്റെ ബഹുവചനമാണ് ദിയാർ. ദാർ വീട്, ദിയാർ വീടുകൾ. തലാഹറൂന നാം പഠിച്ചിട്ടില്ല. തലാഹറൂൻ അലൈഹിം ബിൽ ഇസ്മി വൽ ഉദ്വാനി, ഇസ്മ പാപം, ഉദ്വാൻ ശത്രുത. ഓർമ്മിച്ചു വെക്കാവുന്നതാണ് ഞാൻ പറയുന്നത്. വഇൻ യറൗ, വഇൻ യഅതൂകും, വഇൻ യഅതൂകും, മതാ യഅതി നാം പഠിച്ചതാണ്. യഅതി യഅതൂന, അതാണ് യഅതൂനകും, അവിടെ നാ പോവും. വഇൻ യഅതൂകും ഉസാറ പഠിച്ചിട്ടില്ല. തുഫാദൂഹും ബഹുവ മുഹറമുൻ അലൈക്കും. അപ്പൊ ഇവിടെയും വാ എന്താണ്? ആയിരിക്കെ എന്ന അർത്ഥത്തിലാണ്. മുഹറമുൻ, ഹറാമാക്കപ്പെട്ടത്. അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്. ഇഖ്റാജുഹും, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പുറത്താക്കൽ, അവരെ പുറത്താക്കൽ. അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്. ഫമാ ജസാഉ പഠിച്ചു. മൻ യഫ്അലു ദാലിക, അതും പഠിച്ചു. മിൻകും ഇല്ലാ ഖിസ്യുൻ ഫിൽ ഹയാത്തി ദുനിയ, ഖിസ്യ് നിന്ദത. വയൗമൽ ഖിയാമത്തി യുറദ്ദൂന, റദ്ദ മടക്കി. യറുദ്ദു മടക്കുന്നു, യുറദ്ദു മടക്കപ്പെടും. യുറദ്ദൂന ഇല അശദ്ദിൽ അസാബ്, ഷദീദിന്റെ സൂപ്പർലേറ്റീവ് ആണ് അശദ്. അശദ്ദിൽ അസാബി, കഠിനമായ ശിക്ഷ. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. ഗാഫിൽ അശ്രദ്ധൻ. അമ്മ എന്തൊന്നിനെ സംബന്ധിച്ചാണോ? വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. ഉലൈക അല്ലദീന ഇശ്തറൗ الضലാലത ഇശ്തറൗ الحയാത الദുനിയ. ഇഷ്തറ പഠിച്ചിട്ടില്ല. അവരാണ് ഇഹലോക ജീവിതം വിലയ്ക്ക് വാങ്ങിയവർ. ഫലാ യുഖഫഫു, ഖഫഫ എന്ന് പറഞ്ഞാൽ ലളിതമാക്കി. ലാ യുഖഫഫു അൻഹുമുൽ അസാബു വലാ ഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെടുന്നതുമില്ല, സഹായിക്കപ്പെടുകയുമില്ല. വലഖദ് ആതൈന മൂസൽ കിതാബ, അത്ര നമ്മൾ പഠിച്ചതാണ്. മൂസാക്ക് നാം ഗ്രന്ഥം നൽകി.
കഫൈന മിൻ ബഅദിഹി ബിർറുസുലി. കഫൈന നാം പഠിച്ചിട്ടില്ല, അപൂർവം വരുന്ന ഒരു വാക്കാണ് കഫൈന. മിൻ ബഅദിഹി ബിർറുസുലി വആതൈന ഈസ ഇബ്ന മറിയമ. മറിയമിന്റെ മകൻ ഈസയ്ക്ക് നാം നൽകിയിട്ടുണ്ടായിരുന്നു അൽ ബയ്യിനാത്ത്. വഅയ്യദ്നാഹു, ബയ്യിനാത്ത് നമുക്കറിയാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ. വഅയ്യദ്നാഹു ബിറൂഹിൽ ഖുദുസ്. അവിടെയും റൂഹുൽ ഖുദുസ് നാം പഠിച്ചിട്ടില്ല, അയ്യദയും പഠിച്ചിട്ടില്ല. അഫകുല്ലമാ ജാഅക്കും റസൂലുൻ ബിമാ ലാ തഹ്വ അൻഫുസുക്കും. അതിൽ തഹ്വ നാം പഠിച്ചിട്ടില്ല. അൻഫുസുക്കും മുസ്തക്ബർതും ഫഫരീഖൻ, ഫരീഖ് ഒരു വിഭാഗം, കസ്സബതും വഫരീഖൻ തഖ്തുലൂൻ വഖാലു ഖുലൂബുനാ ഗുൽഫ്. ഗുൽഫ് എന്ന് പറഞ്ഞാൽ മൂടി, ആവരണം. ബൽ ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം ഫഖലീലൻ മാ യുഅ്മിനൂൻ. ലഅന ശപിച്ചു, ഖലീലൻ കുറച്ച്, മാ യുഅ്മിനൂൻ ഫഖലീലൻ മാ യുഅ്മിനൂൻ അവരിൽ കുറച്ച് പേർ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. ഇതാണ് ഇതിന്റെ പരിഭാഷ. ഞാൻ പറയില്ല, നിങ്ങൾക്കറിയാത്ത ചില വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് സൂറത്ത് താരിഖ് തന്നെ നമുക്ക് ഇവിടെ നോക്കാം. അസ്സമാഇ വത്താരിഖ്, ആകാശത്തെ കൊണ്ടും രാവിൽ പ്രത്യക്ഷപ്പെടുന്നതിനെ കൊണ്ടും സത്യം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആകാശം എന്ന് പറയുന്ന ഒരു മഹാസംഭവമാണ്. ആകാശത്താണ് ഭൂമി നിൽക്കുന്നത്. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ അത് പെട്ടെന്ന് മനുഷ്യന് പറഞ്ഞാൽ മനസ്സിലാകാത്തതുകൊണ്ടാണ് അള്ളാഹു മനസ്സിലാകുന്ന രീതിയിൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. സമായി. അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾ സഗൗരവം വീക്ഷിക്കുന്ന ഒരു മഹാസംഭവം തന്നെയാണ് എന്ന് വീക്ഷിക്കുന്ന ആകാശം, ആ ആകാശത്തെ കൊണ്ട് സത്യം. മാത്രമല്ല വത്താരിഖ്, താരിഖിനെ കൊണ്ടും. മാദ്റാക മത്താരിഖ്, താരിഖ് എന്താണ്? അന്നജ്മു സാഖിബ്, തുളച്ച് കയറുന്ന നക്ഷത്രം. അതിനെ കൊണ്ടും സത്യം ചെയ്യുന്നു. അല്ല, താരിഖ് എന്ന് പറയുന്നത് തുളച്ച് കയറുന്ന നക്ഷത്രമാണ്. അതാണ് മാദ്റാക മത്താരിഖ് സമായി വത്താരിഖ്. ഇപ്പൊ രണ്ട് കാര്യം പറഞ്ഞു, രണ്ട് കാര്യത്തെ കുറിച്ചാണ് സത്യം ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ഒന്ന് ആകാശം, മറ്റൊന്ന് താരിഖ്. താരിഖ് എന്താണ്? താരിഖ് എന്ന് പറഞ്ഞാൽ നജ്മാണ്, തുറച്ചു കയറുന്ന നക്ഷത്രമാണ്. ഇൻ കുല്ലു നഫ്സിൻ ലമ്മ അലൈ. അപ്പോൾ അള്ളാഹു ഇവിടെ അവന്റെ പ്രപഞ്ചത്തിലെ മഹാസംഭവങ്ങളെയാണ് എടുത്ത് ഉദ്ധരിക്കുന്നത്. അപ്പോൾ ഇത്രയും സംഗതികൾ വളരെ അടുക്കും ചിട്ടയോടും കൂടി കൃത്യമായി തയ്യാറാക്കി വെച്ചിരിക്കുന്നവൻ, അവനിൽ എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല? അവന്റെ ജീവിത സരണി എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? അതാണ് ചോദിക്കുന്നത്. അത്രയും ശക്തമായ അത്രയും കൃത്യമായ സംവിധാനങ്ങൾ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വേറെ ഏതെങ്കിലും ദൈവത്തിന് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ല, ഇവിടെ മഴ പെയ്യുമ്പോൾ ഇവിടെ അല്ല മഴ പെയ്യേണ്ടത്, രണ്ടാമത്തെ വാർഡിലാണ്, അല്ലെങ്കിൽ ഈ വാർഡ് ഒന്നാമത്തെ വാർഡാണ്, മൂന്നാം വാർഡിലാണ് മഴ പെയ്യേണ്ടത് എന്ന് പറഞ്ഞു വിടുന്ന ഏതെങ്കിലും ദൈവങ്ങൾ, നിങ്ങൾ വിളിക്കുന്ന ദൈവങ്ങളോ പുണ്യാളന്മാരോ ആരെങ്കിലും ഉണ്ടോ? പുണ്യപുരുഷന്മാര്, മഹത് വ്യക്തിത്വങ്ങൾ എന്നൊക്കെ പറയുന്ന ആൾക്കാര് ഇല്ല. അതാണ് ഇവിടെ അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവമായി എടുത്തു പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വിധം വ്യക്തമാണ്. അള്ളാഹു സത്യം ചെയ്യുമ്പോൾ പ്രപഞ്ചത്തിലെ പ്രധാനപ്പെട്ട സംഗതികൾ എടുത്തു പറഞ്ഞുകൊണ്ടായിരിക്കും സത്യം ചെയ്യുന്നത്. അതേസമയം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള വസ്തുക്കളെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല. അള്ളാഹു എന്റെ റസൂൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, മൻ ഹലഫ
ബിഗൈരില്ലാഹി, അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് ആരെങ്കിലും സത്യം ചെയ്താൽ ഫഖദ് കഫറ ഔ അശ്റക, അവൻ ഒന്നുകിൽ കാഫിറായി അല്ലെങ്കിൽ മുശ്രിക്കായി, ഒന്നുകിൽ കുഫ്ർ ചെയ്തു അല്ലെങ്കിൽ ശിർക്ക് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അള്ളാഹു എവിടെയെങ്കിലും സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള വൈഭവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക, സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് ചിന്തിക്കുക. അപ്പൊ അതാണ് താരിഖ്, തുളച്ചു കയറുന്ന നക്ഷത്രം. അത് രാവിലെ പ്രത്യക്ഷപ്പെടുന്നതാണ് നജ്മു സാഖിബ്. പിന്നീട് പറഞ്ഞു ഇൻ കുല്ലു നഫ്സിൻ ലമ്മ അലൈഹ ഹാഫിദ്, ഒരു മേൽനോട്ടക്കാരനില്ലാതെ ഒരൊറ്റ ആത്മാവും തന്നെ ഇല്ല. ഇൻ കുല്ലു നഫ്സിൻ ലമ്മ അലൈഹ ഹാഫിദ്. അപ്പോൾ ഏതൊരു ആത്മാവിന്റെയും മുകളിൽ ഒരു മേൽനോട്ടക്കാരനുണ്ട്. ഇന്നല്ലാഹ യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണിന്റെ കട്ടുനോട്ടവും ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്നതും അള്ളാഹു അറിയുന്നു. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, ഒരു കടുമണിയോളമുള്ള ഒരു വസ്തു, മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ, അത് പാറയുടെ ഉള്ളിന്റെ ഉള്ളിലാണെങ്കിലും, ഔ ഫിസ് സമാവാതി, അല്ല ആകാശത്തെ ഏതോ ഒരു ദിക്കിലാണെങ്കിലും, ഔ ഫിൽ അർളി, ഭൂമിയുടെ ഏതെങ്കിലും സ്ഥലത്താണെങ്കിലും, യഅതി ബിഹല്ലാഹ്, അള്ളാഹു അതിനെ അവിടെ കൊണ്ടുവരും, ഹാജിരാക്കും. അപ്പൊ അതാണ് പറഞ്ഞത് മിൻ കുല്ലു നഫ്സിൻ ലമ്മ അലൈഹ ഹാഫിദ്. മേൽനോട്ടക്കാരൻ എല്ലാ മനുഷ്യന്റെയും കൂടെ ഉണ്ട്. അങ്ങനെ കൂടെ ഒരു മേൽനോട്ടക്കാരനില്ലാതെ ഒരാളും ജീവിക്കുന്നില്ല. അതുകൊണ്ട് ഫല്യൻളുർ, നോക്കട്ടെ, അൽ ഇൻസാൻ, മനുഷ്യൻ നോക്കട്ടെ, മിമ്മ ഖുലിഖ, എന്തിൽ നിന്നാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. ഇവിടെ സമാഇനെയും താരിഖിനെയും കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. സമാഇൻ നജ്മിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് മഹാസംഭവം തന്നെയാണ്. ഇനി അതേപോലെ മഹാസംഭവമാണ് മനുഷ്യന്റെ ജന്മം എന്ന് പറയുന്നത്. മനുഷ്യനെ ചിന്തിച്ചു നോക്കട്ടെ, എങ്ങനെയാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത് എന്ന്. എവിടുന്നാ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? ഖുലിഖ മിൻ മാഇൻ ദാഫിഖിൻ, തെറിച്ചു വീഴുന്ന വെള്ളത്തിൽ നിന്ന്. അപ്പോ അതും ഒരു പ്രത്യേകതയാണ്. അത് മനുഷ്യൻ കണ്ടാൽ അറയ്ക്കുന്നതും പുറത്തു പറയാൻ മടിക്കുന്നതുമായ ഒരു വസ്തു. ആ വസ്തുവിൽ നിന്നാണ് മനുഷ്യന്റെ ആവിർഭാവം. ഖുലിഖ മിൻ മാഇൻ ദാഫിഖിൻ, ആ ദാഫിഖായ വെള്ളം തെറിച്ചു വീഴുന്ന എവിടെ നിന്നാണ്? യഖ്റുജു മിൻ ബൈനി സുൽബി, നട്ടലിന്റെയും വത്തറായിബ്, വാരിയെല്ലുകളുടെയും ഇടയിൽ നിന്നാണ് അത് പുറപ്പെടുന്നത്. അപ്പൊ മനുഷ്യൻ ഇത്രയും നിന്ദ്യനാണ്. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ, കൂടിക്കലർന്ന ഒരു തുള്ളി വെള്ളത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതേപോലെയാണ് ഇവിടെ പറയുന്നത് ഖുലിഖ മിൻ മാഇൻ ദാഫിഖ് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്. പിന്നീട് പറഞ്ഞത് ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ എന്ന, അതും കൂടി ഇതിന്റെ കൂടെ വരേണ്ടതാണ്. പക്ഷെ അത് ഇവിടെ വന്നിട്ടില്ല. നമ്മൾ വരി എണ്ണി പാഠം നിശ്ചയിച്ചതുകൊണ്ട് ഇവിടെ അത് വന്നിട്ടില്ല. യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ് ഇന്നഹു അലാ റജ്ഇഹി, ഇത്രയും കഴിവുറ്റവനാണെങ്കിൽ നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കാനും വിചാരണ നടത്താനൊക്കെ അള്ളാഹുവിന് കഴിയും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇവിടെ സമായി കസ്ർ വരാൻ കാര്യം വ സത്യം ചെല്ലവാകുന്നതുകൊണ്ട് മാ അദ്റാക മത്താരിഖു അന്നജ്മു സാഖിബു, ഇവിടെ നജിമിന്റെ വിശേഷമാണ് സാഖിബ്. അപ്പൊ നജിമും സാഖിബ് എന്താണ്? ഒരേ അടയാളവും ഒരേ ഘടനയിലും ഉള്ളതാണ്. ഇൻ കുല്ലു നഫ്സിൻ, കുല്ലിന് ശേഷം വരുന്ന കുല്ലും എന്താണ്? കസ്റായിട്ടാണ് വരേണ്ടത്. അപ്പൊ നഫ്സിൻ നിന്ന് എമ്മ അലേഹ ഹാഫിൾ, ഹഫിള സൂക്ഷിച്ചു, ഹാഫിൾ സൂക്ഷിക്കുന്നവൻ, ഖുർആൻ സൂക്ഷിക്കുന്നവനും ഹാഫിൾ എന്ന് പറയും. ഫല്യൻളുർ, അതിനാൽ അവൾ മനുഷ്യൻ നോക്കട്ടെ. ഫല്യൻളുർ ഇൻസാൻ, ഫല്യൻളുർ എന്ന് പറയുന്നത്, ഫല്യൻളുർ എന്ന് പറയുമ്പോൾ എന്താണ്? കൽപ്പന ക്രിയയാണ്.
അവൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അവൻ എന്ന് പറഞ്ഞത് ആരാണ്? അപ്പൊ അതിന്റെ കർത്താവാണ് ഇൻസാനു എന്ന ലമ്മുള്ള നാമം. മിമ്മ ഹുലക്ക്, മിമ്മ ഹുലക്ക് എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത്. ചിന്തിച്ചു വന്നപ്പോ എന്ത് കിട്ടി? ഹുലക്ക മിമ്മ ഇൻദാഫിഖ് യഖ്റുജു മിൻ ബൈന സുൽബി വത്തറായിബ്. അത്രയും നിന്ദ്യമായ മോശമായ ഒരു തേജസ്കണത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനാൽ മനുഷ്യൻ ബോധവാനാവുകയും പരലോക ചിന്ത മനുഷ്യനുണ്ടാവുകയും അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് ചിന്തിക്കുകയും പാഠം ഉൾക്കൊള്ളുകയും ചെയ്യുക. അതാണ് അത്തരത്തിലുള്ള ഒരു ഭാഗമായി അള്ളാഹു നമ്മെ പരിവർത്തിപ്പിക്കുമാറാകട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലാസ് തുടങ്ങാൻ 15 മിനിറ്റ് വൈകിട്ടുണ്ടായിരുന്നു. അതിൽ ക്ഷമിക്കുക, വൈകിപ്പോയതിൽ. ഇത് 13-ാം പേജാണ്. 13-ാം പേജ് ഫുള്ള് വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എത്ര വാക്ക്, ഈ 13-ാമത്തെ പേജിൽ എത്ര വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയും എന്ന് ടെക്സ്റ്റ് മെസ്സേജ് വാട്സപ്പിൽ വിടണം. ഓക്കെ, ഇതിൽ എത്ര വാക്കുകളുണ്ട് ഈ പേജിൽ, അതിൽ എത്ര വാക്ക് നിങ്ങൾക്കറിയും അത് വിടണം. അപ്പോൾ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഗോൾഡൻ സർട്ടിഫിക്കറ്റ് ഇവാലുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില പേഴ്സണൽ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയതുകൊണ്ട് അത് യഥാസമയം പബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്തായിരുന്നാലും ഉടൻ തന്നെ അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും, സർട്ടിഫിക്കറ്റും പോസ്റ്റ് ചെയ്യും. ഇതുവരെയുള്ള പെൻഡിങ് എല്ലാം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് അടുത്തത് ഈ ഗോൾഡൻ സർട്ടിഫിക്കറ്റിൻ്റെ നിങ്ങളുടെ പരീക്ഷയുടേതാണ് ഇവാലുവേഷൻ നടക്കേണ്ടത്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള സർട്ടിഫിക്കറ്റൊക്കെ നമ്മൾ പ്രിന്റ് ചെയ്തു വിതരണം ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഡെസ്പാച്ചിങ് സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ക്രമം അനുസരിച്ച് ഗോൾഡൻ സർട്ടിഫിക്കറ്റിൻ്റെ പരീക്ഷയുടേതാണ്, നിങ്ങളുടേതാണ് ഇനി ഇവാലുവേഷൻ നടക്കേണ്ടത്. അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് റിസൾട്ട് പബ്ലിഷ് ചെയ്യും. അതേപോലെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൊറിയറായി അയച്ചു തരികയും ചെയ്യും. വേറെ ഒന്നിലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി. അതേപോലെ അടുത്ത ദിവസം കൃത്യം 7:15 എത്ത് കേട്ടോ. അപ്പം ഞാൻ ചെറിയൊരു ടെക്നിക്കൽ എറർ പറ്റി, അതുകൊണ്ടാണ് 15 മിനിറ്റ് ലേറ്റ് ആയത്. ഞാൻ സ്റ്റുഡിയോയിൽ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ ആ സമയം എനിക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് അള്ളാഹു വീഴ്ചകൾ പുറത്തു പെരുമാറാകട്ടെ. അതേപോലെ ഇന്ന് തടസ്സം കൂടാതെ ക്ലാസ് നടന്നതിലും അള്ളാഹു നമുക്ക് ശുക്രും ഹംദും രേഖപ്പെടുത്താം. ആഖിറു ദഅവായ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.